നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് വരാഹി അമ്മനക്ക് മുന്നേ ചെയ്യാനുള്ള മിക മുഖ്യமான ഒരു വഴിപാട്. അതും വഴിപാട് മാത്രം ചെയ്താൽ പറ്റില്ല, അമ്മയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവും കൂടെ പറയണം, എങ്കിൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ. ഈ വഴിപാട് നിങ്ങൾ ചെയ്താല് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് മിറാക്കിൾ നടത്തി തരും വരാഹി അമ്മൻ. ഇത് നമ്മള് വീട്ടിൽ ചെയ്യേണ്ട ഒരു വഴിമുറ. ഇതിന് വന്നിട്ട് യാതൊരുവിധ റൂൾസോ ഒന്നുമില്ല, നോ റെസ്ട്രിക്ഷൻസ്. ഓക്കെ, പീരീഡ്സ് എന്നോ പുലവാലായ്മയെന്നോ നോൺ വെജ് കഴിച്ചെന്നോ ഇതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. നോ ടെൻഷൻ. ഏത് സിറ്റുവേഷനിലിരുന്നാലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യണച്ചാല്, ഇന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് നൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യണം. അത് വന്നിട്ട് പഞ്ചമി തിഥി വരെ ചെയ്യണം. പഞ്ചമി തിഥിക്ക് തലേ ദിവസം വരെ. ശരിയാ? അതല്ല നിങ്ങൾക്ക് ഇന്ന് കണ്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ പഞ്ചമി തിഥി അടുത്ത് വരുന്ന സമയത്താണ് കാണുന്നതെങ്കിൽ പഞ്ചമി തിഥിയിൽ സ്റ്റാർട്ട് ചെയ്തോളൂ. പഞ്ചമി തിഥിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത പഞ്ചമി തിഥിയുടെ തലേ ദിവസം വരെ ചെയ്തോളുക. ക്ലിയർ അല്ലേ? ഇപ്പോൾ നടക്കുന്നത് തേയ്പിറ ടൈം. അപ്പോൾ ഇത് പെർട്ടിക്കുലർ ആയിട്ട് അങ്ങനെ ഒരു ടൈം എന്നില്ല. പഞ്ചമി തിഥിയുടെ തലേന്ന് വരെ ചെയ്തോളുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് പുതിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദെൻ പഞ്ചമി തിഥിയുടെ അന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ശരിയാ? ഇപ്പോൾ തേയ്പിറ ടൈമാണ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കഷ്ടങ്ങളെല്ലാം തേഞ്ഞ് നമുക്കൊരു വളർച്ചയെ കൊടുക്കും തേയ്പിറ ടൈം. ഇപ്പോൾ വളർപ്പിറയാണെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം വളർന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് വന്നിട്ട് ഒത്തിരി വർഷമായിട്ട് ഒരു പ്രോബ്ലം ഇരിക്കുന്നുണ്ട്. അതിന് ഒരു സൊല്യൂഷനും കാണാൻ പറ്റുന്നില്ല. അത് നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതുമില്ല. നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുവെങ്കിൽ അങ്ങനെ ആ കാര്യം നമുക്ക് നടത്തിയെടുക്കണം. അത് തീർച്ചയായും നടക്കണമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്തോളുക. ഈ വഴിപാട് ചെയ്യുമ്പോൾ അത് മനസ്സിൽ കരുതി ഇത് ചെയ്തോളുക. ഇതിന് വേണ്ടിയത് എന്താ വെച്ചാല് കല്ലുപ്പാണ് വേണ്ട പൊരുള്. ഇതിനായിട്ട് നിങ്ങൾ കടയിൽ പോയിട്ട് പുതിയ കല്ലുപ്പ് തന്നെ വാങ്ങിക്കോളുക. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കല്ലുപ്പോ, നമ്മൾ പരിഹാരം ചെയ്യാനായിട്ടൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന കല്ലുപ്പോ, പാചകത്തിനുള്ളതോ അതൊന്നും എടുക്കരുത്. ഇതിനായിട്ട് പുതിയ കല്ലുപ്പ് തന്നെ വാങ്ങണം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. എത്ര കല്ലുപ്പ് എത്ര വാങ്ങണമെന്ന് വെച്ചാല് ഡെയിലി നമുക്ക് ഒരു പിടി കല്ലുപ്പാണ് വേണ്ടിയത്. ഇപ്പോൾ ഇന്ന് തുടങ്ങി പഞ്ചമി വരെ ആയാലും ശരി, അതല്ല നിങ്ങൾ വേറൊരു ഡേ തുടങ്ങി പഞ്ചമി വരെ ആയാലും ശരി, പഞ്ചമി ടു പഞ്ചമി ആയാലും ശരി, ഒരു 1.5 കിലോ കല്ലുപ്പിന്റെ ആവശ്യം വരും. അത് നിങ്ങൾ ഡേയ്സ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് അതിനാവശ്യമുള്ള 1 കിലോയോ 1.5 കിലോയോ ഒന്നിച്ച് വാങ്ങിക്കൊണ്ട് വരിക. എന്നിട്ട് അതൊരു ഡപ്പായിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളുക. ഡെയിലിയും രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നെയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. ആ സമയത്തിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വരാഹി അമ്മനക്ക് ഒരു ദീപം വച്ചോളുക. അതല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. മനസ്സിൽ അമ്മനെ നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ട് പറയണം, അമ്മേ, ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടത് ഈ കാര്യം അമ്മയെ പ്രാർത്ഥിച്ച് ഞാൻ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ പ്രശ്നം അമ്മ പരിഹരിച്ച് തരുമെന്ന്. അമ്മ തീർച്ചയായും എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരുമെന്ന വിശ്വാസത്തിൽ ഞാനിത് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ അമ്മനക്ക് മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തോളുക. ഇന്ന് വീഡിയോ കാണുന്നവര് ഇന്ന് രാത്രി തന്നെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തോളുക. രാത്രി ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങണം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഡബ്ബയിൽ അടച്ച് ഇട്ടല്ലോ,
വാങ്ങിയിട്ട് വന്ന കല്ലുപ്പ്, അതിൽ നിന്ന് ഒരു പിടി കല്ലുപ്പ് നിങ്ങളുടെ വലത് കൈയിൽ എടുക്കുക. വലത് കൈയിൽ എടുത്തിട്ട് നിങ്ങൾ സിങ്കിൽ വരിക. സിങ്കിലോട്ട് വന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് 21 തവണ അമ്മയുടെ മന്ത്രം ചൊല്ലിക്കോളുക. ഇനി ആ മന്ത്രം എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇതാണ് മന്ത്രം. സർവയോഗവക്രതുണ്ട വരവര മഹാവരാഹി നമോസ്തുതേ. സർവയോഗവക്രതുണ്ട വരവര മഹാവരാഹി നമോസ്തുതേ. സർവയോഗ വക്രതുണ്ട വരവര മഹാവരാഹി നമോസ്തുതേ. 21 തവണ വന്നിട്ട് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലണം. വലത് കയ്യിൽ കല്ലുപ്പ് എടുത്ത് വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് അത് മൂടണം. എന്നിട്ട് സിങ്കിലോ അല്ലെങ്കിൽ വെളിയിലോ കൊണ്ടുപോയി നിങ്ങൾക്കിത് ചെയ്യാം. ആ മൂടി വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യവും പറഞ്ഞ് ഈ മന്ത്രം, അമ്മനോടെ മന്ത്രം 21 തവണ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ഒരു ചെറിയ ടംബ്ലറിൽ, ഒരു ഗ്ലാസ്സിൽ ഈ കല്ലുപ്പ് വെക്കുക. വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അലിയിപ്പിക്കുക. വെള്ളം ഒഴിച്ച് അരിച്ചിട്ട് ഇത് മന്ത്രം ചൊല്ലുമ്പോഴും അലിയിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിൽ കരുതിക്കോളുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കടപ്രശ്നം, ഒരു 10,000 രൂപ ഒരാൾക്ക് കൊടുക്കണം. എന്നാൽ അത് ഒരു ലോണിന് കൊടുത്തിട്ടോ അതല്ല വേറൊരാളിനോട് ചോദിച്ചിട്ടോ ഒന്നും കിട്ടുന്നില്ല. അതല്ല, ഈ 10,000 രൂപ നമ്മുടെ ആവശ്യത്തിന്, ഒരു അത്യാവശ്യത്തിന് വേണ്ടിയാണ് എങ്കിലും നമ്മൾ പലരെ സമീപിച്ചിട്ടും നമുക്ക് കിട്ടുന്നില്ല. ഇത് വന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്. സോ നിങ്ങൾ എന്താ മനസ്സിൽ കരുതേണ്ടത് വെച്ചാൽ ആ 10,000 രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ മനസ്സിൽ കരുതണം. ആ 10,000 രൂപ കിട്ടി, നിങ്ങളുടെ കടം വീട്ടി നിങ്ങൾ ഹാപ്പിയായി ഇരിക്കുന്നു എന്ന് ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇരുന്നിട്ട് കല്ലുപ്പ് കയ്യിൽ വെച്ച് 21 തവണ നിങ്ങൾ ഇത് പറഞ്ഞ് വെള്ളത്തിൽ കലക്കി കളയുക. അത് സിങ്കിൽ വേണമെങ്കിൽ സിങ്കിൽ ഒഴിക്കാം, അതല്ലാച്ചാൽ വെളിയിൽ നിലത്ത് വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളുക. ഇത് വന്നിട്ട് നമ്മൾ സ്വിച്ച് വേർഡൊക്കെ യൂസ് ചെയ്യൂലേ, ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ യൂസ് ചെയ്യൂലേ, അതുപോലെ തന്നെ വരാഹി അമ്മൻ്റെ അരുൾക്കായിട്ട് ചെയ്യുന്നത്. വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യണം. തുടർന്ന് നമ്മൾ ഈ വിഷയം വിശ്വാസത്തോട് ചെയ്യുമ്പോൾ, അത് ഇതെന്നല്ല, ഏതൊരു കാര്യമായാലും നമ്മൾ അമ്മനക്ക് മുന്നേ വിശ്വാസത്തോട് ചെയ്തു വരുമ്പോൾ തീർച്ചയായും അത് നടക്കും. കാരണം നമ്മൾ ഒരു വിഷയം പ്രാക്ടീസ് ചെയ്യും തോറും അതിൻ്റെ ശക്തി കൂടുന്നു എന്നൊരു വിഷയം ഇരിക്കുന്നുണ്ട്. സോ ഡെയിലി നിങ്ങൾ ഇത് ചെയ്തോളുക. വലത് കൈയിൽ കല്ലുപ്പ് എടുക്കുക, ഇടത് കൈ കൊണ്ട് മൂടുക. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടിയതെന്ന് വരാഹി അമ്മനോട് പ്രാർത്ഥിച്ച് എന്നതിന് ശേഷം 21 തവണ ഈ മന്ത്രവും ചൊല്ലി ദെൻ നിങ്ങൾ ഇത് ഒരു ചെറിയ ഗ്ലാസ്സിലിട്ടിട്ട്, ഉപ്പ് ചെറിയ ഗ്ലാസ്സിലിട്ടിട്ട് അത് വെള്ളം ഒഴിച്ച് കരിച്ച് കളയുമ്പോൾ അവിടെ നിങ്ങൾ എന്താ പറയേണ്ടത്, എൻ്റെ ആവശ്യങ്ങളൊക്കെ വരാഹിയമ്മൻ നടത്തി തന്നു എന്ന് പറഞ്ഞ് ഇത് സിങ്കിൽ ഒഴിച്ചോ ഇല്ലെങ്കിൽ തറയിൽ ഒഴിച്ചോ വെളിയിൽ കൊണ്ടുപോയി കളയാവുന്നതാണ്. നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ നിങ്ങളിത് ഡെയിലി ചെയ്യണം. പഞ്ചമി തിഥിയുടെ തലേന്ന് ദിവസം വരെ നിങ്ങളിത് ചെയ്തോളുക. ഇനി തേയ്പുറ പഞ്ചമിയെന്നോ വളർപ്പുറ പഞ്ചമിയെന്നോ എന്നൊക്കെ നിങ്ങൾക്ക് ഏത് ദിവസം ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടാവാം. അങ്ങനെയൊന്നും ഡൗട്ടൊന്നുമില്ല. ഇപ്പോൾ പഞ്ചമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നെക്സ്റ്റ് പഞ്ചമിക്ക് തലേന്ന് വരെ ചെയ്തോളുക. അല്ല, ഇന്ന് ഈ വീഡിയോ കണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിട്ട് പഞ്ചമി വരുന്നതിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾ ചെയ്തോളുക. തേയ്പുറ പഞ്ചമിയിൽ ചെയ്താലും വളർപ്പുറ പഞ്ചമിയിൽ ചെയ്താലും നല്ലത് തന്നെയാണ്. തേയ്പുറ പഞ്ചമിയിൽ ചെയ്താലും നമ്മുടെ പ്രശ്നങ്ങൾ തേഞ്ഞ് പോയി വളർച്ചയിലേക്ക് പോവും. അതല്ല, വളർപ്പുറ പഞ്ചമി ആണെങ്കിൽ നിങ്ങൾ ഉയരത്തിലോട്ട് പോവും. ശരിയാ? ഇപ്പോൾ ഒരു പുതിയ വീട് വയ്ക്കുന്നതിൻ്റെ കല്ലിടുന്നത്, ബിസിനസ് ആരംഭിക്കുന്നത്, കല്യാണം, ഇതൊക്കെ നിങ്ങൾ വളർപ്പുറ പഞ്ചമിയിൽ ചെയ്തോളുക. ഒന്നും പ്രശ്നമില്ല. പഞ്ചമി ടു പഞ്ചമി അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുന്ന അന്ന് തൊട്ട് പഞ്ചമി, അതാണ് കണക്ക്. പഞ്ചമിക്ക് തലേന്ന് വരെ ചെയ്തോളുക. ദെൻ നെക്സ്റ്റ് ഡേ അടുത്ത വിഷയത്തിന് നിങ്ങൾക്ക് പഞ്ചമിക്ക് സ്റ്റാർട്ട് ചെയ്തോളുക. ശരിയാ? 21 ടൈംസ് ഡെഫിനറ്റ്ലി മന്ത്രം ചൊല്ലണം. ഇനി
അടുത്തൊരു ഡൗട്ട് ഇരിക്കാം, ഇപ്പം നമ്മൾ 1 കിലോയോ 1.5 കിലോയോ ഒക്കെ ഉപ്പ് വാങ്ങൂല്ലേ, അതിൽ നമ്മൾ ഇത്രയും പഞ്ചമിയുടെ തലേന്ന് വരെ ചെയ്യുമ്പോഴത്തേന് ബാക്കി ഉപ്പ് വരും. ബാക്കി ഉപ്പ് വന്നാൽ നിങ്ങളത് വീട്ടിൽ பயன்படுത്തുന്ന ഉപയോഗിക്കരുത്. ഇപ്പോൾ കുക്കിങ്ങിനായാലും പരിഹാരത്തിനായാലും എടുക്കരുത്. അത് നിങ്ങൾ അതുപോലെ തന്നെ കരച്ച് കളയുക. അത് സിങ്കിലോ അതല്ല വെളിയിലോ കൊണ്ടുപോയി അലിയിപ്പിച്ച് കളയുക. കൂടുതലധികം വരാത്ത രീതിക്ക് നിങ്ങളൊരു ഉദ്ദേശം വെച്ച് വാങ്ങിച്ചോളുക. അത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യാൻ എടുക്ക വേണ്ട. ശരിയാ? ഇപ്പം നമ്മൾ ആവശ്യപ്പെട്ട കാര്യം നടന്നു എങ്കിൽ അടുത്ത പഞ്ചമിക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ നമുക്ക് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഈ മന്ത്രം വന്നിട്ട് വരാഹി അമ്മനോടെ കാര്യസിദ്ധി മന്ത്രം എന്ന് പറയും. ഒരു വിഷയം സക്സസ് ആവാനായിട്ട് ഈ കാര്യസിദ്ധി മന്ത്രം പ്രാർത്ഥിച്ച് വഴിപാടും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് 100% സക്സസ്ഫുള്ളിയിൽ പോയി നിൽക്കും എന്നതാണ് ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത്. വരാഹിയമ്മൻ നമുക്ക് എല്ലാവിധ സമാധാനവും സന്തോഷവും ആവശ്യങ്ങളും നിറവേറ്റി തരും. പക്ഷേ ജെന്യുവിനായിട്ട് മാത്രം അമ്മനോട് പ്രാർത്ഥിച്ചോളുക. ഈ കാര്യസിദ്ധി മന്ത്രം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്തോളുക. ശരിയാ? എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വന്നാൽ കമൻറ്റിൽ ചോദിച്ചോളുക. എഗെയിൻ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. എന്താ വെച്ചാൽ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കടയിൽ പോയിട്ട് കുറച്ച് കല്ലുപ്പ് വാങ്ങിച്ചോളുക. അത് 1 കിലോയോ 1.5 കിലോയോ വാങ്ങിച്ചോളുക. ദെൻ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു പിടി കല്ലുപ്പ് വലത് കൈയിലെടുത്ത് ഇടത് കൈ കൊണ്ട് മൂടുക. മൂടിയതിന് ശേഷം സിങ്കിലോ പക്കത്ത് പോയി നിന്നിട്ട് നിങ്ങൾ വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക നടക്കേണ്ട കാര്യത്തിനെ പറ്റി. എന്നിട്ട് അമ്മയുടെ കാര്യസിദ്ധി മന്ത്രം 21 തവണ ചൊല്ലുക. ഇത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സിങ്കിൻ്റെ മുന്നാണെങ്കിൽ അവിടെ ഒരു ഗ്ലാസ്സിൽ ഈ കല്ലുപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇത് അലിയിച്ച് കളയുക. ഈ അലിയിച്ച് കളയുന്ന സമയത്തിന് നിങ്ങൾ വരാഹി അമ്മനോട് പറയുക, അമ്മ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്നു എന്ന് നിങ്ങൾ മനസ്സിൽ അമ്മയോട് പറയുക. അമ്മയോട് പറഞ്ഞിട്ട് ഇത് അലിയിച്ച് കളയുക. ഇത് വന്നിട്ട് വീട്ടിൻ്റെ പുറത്ത് വെച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നിങ്ങളിത് ഇട്ട് അലിയിപ്പിച്ച് കളയുമ്പോൾ അമ്മനോട് പ്രാർത്ഥിച്ച് പറയുക, അമ്മ എൻ്റെ ആവശ്യം അമ്മ നിറവേറ്റി തന്നു. ഇത് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞും കൊണ്ട് നിങ്ങളിത് അലിയിപ്പിച്ച് കളയുക. എന്നതിന് ശേഷം നിങ്ങൾ പോയി ഉറങ്ങാവുന്നതാണ്. എല്ലാം ക്ലിയർ ആണല്ലോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.